ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. രാജ്യത്തെ സെൻസസിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം നിർണായകമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അഭിനന്ദിച്ച് അന്താരാഷ്ട്ര പ്രതിനിധി സംഘം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം നാളെ മുതൽ. വേനൽക്കാല വസതിയായ ഷിംലയിലെ രാഷ്ട്രപതി നിവാസിലാകും ശ്രീമതി മുർമു താമസിക്കുക. വ്യാഴാഴ്ച രാഷ്ട്രപതി അടൽ തുരങ്കം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിശാഖപട്ടണത്ത് ആന്ധ്ര സർവകലാശാലയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി മാത്രമല്ലെന്നും ഏവരുടെയും ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സിവിൽ ന്യൂക്ലിയർ പ്രോഗ്രാം രാഷ്ട്ര നിർമ്മാണത്തിൽ ഗണ്യമായ സംഭാവന നൽകുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചത് രാജ്യത്തിന്റെ ആണവോർജ്ജ യാത്രയിലെ നിർണായക നാഴികക്കല്ലാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രകൃതി സംരക്ഷണത്തിന് പ്രചോദനമേകുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചുവടുവയ്പുകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റൺ ഓഫ് കച്ചിനെ ജീവസുറ്റതാക്കി മാറ്റുന്ന ഫ്ലെമിംഗോ പക്ഷികളെക്കുറിച്ചും ഉത്തർപ്രദേശിലെ ഗജ് മിത്ര സംരംഭത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ രാജ്യത്തെ പെൺകുട്ടികൾ മികച്ച പ്രകടനം കൈവരിച്ചതിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. തിരുവനന്തപുരം സ്വദേശി സഞ്ജന ചാക്കോ ഉൾപ്പെടെയുള്ള 4 ടീം 6ാം സ്ഥാനം നേടി. തന്റെ നേട്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചതിൽ സഞ്ജന സന്തോഷം പ്രകടിപ്പിച്ചു. സ്കൂൾ കുട്ടികൾ അവധിക്കാലം പരമാവധി ആസ്വദിക്കണമെന്നും പുതുതായി എന്തെങ്കിലും പഠിക്കേണ്ട സമയമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വേനൽക്കാലമായതിനാൽ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്ന് ഓർമ്മിപ്പിച്ചാണ് മൻ കി ബാത്തിന്റെ ഈ പതിപ്പ് പ്രധാനമന്ത്രി അവസാനിപ്പിച്ചത്. ജനവാസ മേഖലകളിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രതയോടെ സംസ്ഥാന ആരോഗ്യവകുപ്പ്. പാമ്പുകടി ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങൾ ആശുപത്രികളിൽ ഒരുക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരുന്നു. കനിവ് 108 പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ആരോഗ്യവകുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളെ ചെറുക്കാൻ ആരോഗ്യവകുപ്പും വനം വകുപ്പും നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവെനം ലഭ്യമാണ്. പാമ്പ് കടിയേറ്റ് വരുന്നവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കനിവ് 108 ആംബുലൻസിൽ പ്രഥമ ശുശ്രൂഷയ്ക്കും നിരീക്ഷണത്തിനുമായി പരിചയസമ്പന്നരായ മെഡിക്കൽ ടെക്നീഷ്യന്റെ സേവനവും ആരോഗ്യവകുപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ 3600ഓളം സർപ്പ വോളണ്ടിയർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. കൂടാതെ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവബോധം നൽകുന്നതിനായി സർപ്പപാഠം, സർപ്പസുരക്ഷ എന്നീ ബോധവൽക്കരണ പരിപാടികളും വനം വകുപ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട്. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന അനൂഷിന്റെ ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. അനൂഷിന്റെ സഹോദരൻ ആൽജോ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനായുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 29-നാണ് വോട്ടെടുപ്പ്. ജനഹിതമറിയാൻ ഇനി 8 നാൾ. കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ആഗോള പ്രശംസ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൂക്ഷ്മമായ ആസൂത്രണത്തെ അഭിനന്ദിച്ച അന്താരാഷ്ട്ര പ്രതിനിധി സംഘം വോട്ടിനെ വോട്ടറിലേക്ക് എത്തിക്കുക എന്നതാണ് യഥാർത്ഥ ജനാധിപത്യമെന്ന് അഭിപ്രായപ്പെട്ടു. കമ്മീഷന്റെ IEVP പരിപാടിയുടെ ഭാഗമായി 38 രാജ്യങ്ങളിൽ നിന്നുള്ള 70 പ്രതിനിധികൾ വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് വീക്ഷിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രിയുടെ സിക്കിം ഉത്തർപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ സിക്കിമിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെത്തും. ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ന്യൂഡൽഹിയിൽ നാളെ ഒപ്പുവയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ കരാർ സുപ്രധാന പങ്കുവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം $5 ശതകോടി വർദ്ധിപ്പിക്കാനാണ് കരാർ ലക്ഷ്യമിടുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ
UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. സമഗ്ര തന്ത്രപര പങ്കാളിത്തം, പ്രാദേശിക സാഹചര്യം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുക തുടങ്ങിയവ ചർച്ച ചെയ്തതായി UAEയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും നാളെയും കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. കനത്ത ചൂടിന് ആശ്വാസം പകർന്ന് വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴയെത്തി. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ ക്രമാതീതമായി ഉയരുന്ന ചൂട് വളർത്തുമൃഗങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ജില്ലാ മൃഗാശുപത്രിയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിൽ കനത്ത ചൂടിനെ തുടർന്ന് ഇതുവരെ 7 കറവ പശുക്കളും 1 പശുക്കിടാവും 1 ആടും ചത്തതായാണ് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം സൂര്യാഘാതം ആണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മൃഗങ്ങളിൽ സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടണമെന്നും എല്ലാ മൃഗാശുപത്രികളിലും ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. പകൽ സമയങ്ങളിൽ കന്നുകാലികളെ വെയിലത്ത് കെട്ടിയിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ും വളർത്തുമൃഗങ്ങൾക്ക് ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 3 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മധ്യമേഖലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ എന്നിവിടങ്ങളിൽ നാളെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൂരാവേശത്തിൽ തൃശൂർ. താളമേള വർണ്ണവിസ്മയങ്ങൾ തീർത്ത കുടമാറ്റത്തിനും ഇലഞ്ഞിത്തറ മേളത്തിനും 10,000 സാക്ഷ്യം വഹിച്ചു. മുണ്ടത്തിക്കോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുടമാറ്റം ഇത്തവണ ഏറെ നീണ്ടില്ല. നാളെ പകൽപൂരത്തിനു ശേഷം തൃശൂർ പൂരം സമാപിക്കും. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് നടന്ന സ്പോർട്ടിംഗ് ഡൽഹി മുഹമ്മദൻ SC മത്സരം സമനിലയിൽ. ഇരു ടീമും 2 ഗോളുകൾ വീതം നേടി. ഈജിപ്തിലെ കെയ്റോയിൽ നടക്കുന്ന ജൂനിയർ ഷൂട്ടിംഗ് ലോകകപ്പിന്റെ 8ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 മെഡലുകൾ. ഇതോടെ 5 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ ആകെ 16 മെഡലുമായി പട്ടികയിൽ ഇന്ത്യ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. യുക്രൈനിലും റഷ്യൻ അധിനിവേശ പ്രദേശങ്ങളിലും റഷ്യയിലുമായി കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണങ്ങളിൽ 16 പേർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങൾക്കിടയിലും ചെർണോബിൽ ആണവ ദുരന്തത്തിന്റെ 40ാം വാർഷികം യുക്രൈൻ ആചരിച്ചു. കഴിഞ്ഞ 2 ആഴ്ച നേട്ടം കൊയ്ത ആഭ്യന്തര ഓഹരി വിപണികൾ വരുന്ന വാരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കമ്പനികളുടെ വരുമാന കണക്കുകൾ, ഭൗമരാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ നയപരമായ തീരുമാനം തുടങ്ങിയവയിൽ. നാളെ ഒപ്പുവെക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാറും വിപണി കണക്കിലെടുക്കും. മഹാരാഷ്ട്ര ദിനം പ്രമാണിച്ച് മെയ് 1 രാജ്യത്തെ ഓഹരി വിപണികൾക്ക് അവധിയായിരിക്കും. കേരളത്തിൽ സെൻസസ് 2 ഘട്ടങ്ങളിലായി പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിൽ നടത്തും. ആദ്യഘട്ടമായി ഹൌസ് ലിസ്റ്റിംഗും ഹൌസിംഗ് സെൻസസും ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 15 ദിവസത്തേക്ക് സെൽഫ് എന്യൂമറേഷൻ ആരംഭിക്കും. 2ാം ഘട്ടമായി ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. രാജ്യത്തെ സെൻസസിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം നിർണായകമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അഭിനന്ദിച്ച് അന്താരാഷ്ട്ര പ്രതിനിധി സംഘം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.